ഹായ് നമസ്കാരം. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ടൊരു ചെറിയ മൊബൈൽ ടിപ്സാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഗിംബലൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ ഇതുപോലെ ഹാൻഡിൽ നമ്മളെ കയ്യിൽ പിടിച്ചിട്ട് എടുക്കുന്ന വീഡിയോസ് പലപ്പോഴും ഷെയ്ക്ക് ആവാറുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പല മൊബൈലിലും ഓട്ടോ സ്റ്റെബിലൈസ് ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മിക്ക മൊബൈലിലും തന്നെ ഈ ഒരു ഓപ്ഷനൊന്നും ഉണ്ടാവാറില്ല. സ്വാഭാവികമായിട്ടും നമ്മളെ എടുത്ത അത്തരം വീഡിയോസ് നമ്മൾ പിന്നീട് കാണുമ്പോൾ കാണാൻ ഒരു അഭംഗിയായിരിക്കും, കാരണം ഷെയ്ക്കായിട്ടുള്ള വീഡിയോസ്. അപ്പോൾ ഇത്തരം വീഡിയോസ് നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വെച്ചിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാതെ നമ്മുടെ മൊബൈലിലുള്ളൊരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒറ്റ ക്ലിക്കിൽ ഇത്തരം ഷെയ്ക്കായിട്ടുള്ള വീഡിയോസ് സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അതിന് മറ്റൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. നമ്മളെല്ലാവരും തന്നെ മൊബൈലിലുള്ള എന്താ പറയുക, ഗൂഗിൾ ഫോട്ടോസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പരിപാടി ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് എന്ന ആപ്പാണ് വേണ്ടത്. നമ്മുടെ മൊബൈലിലെല്ലാം തന്നെ ഇൻബിൽട്ടായിട്ട് ഗൂഗിളിൻ്റെ ഫോൾഡറിനകത്ത് ഗൂഗിൾ ഫോട്ടോസ് എന്ന ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ഇനി അഥവാ ആരെങ്കിലും മൊബൈലിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ഗൂഗിൾ ഫോട്ടോസ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സാധാരണയായിട്ട് ഈ ആപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മൊബൈലിലുള്ള ഫോട്ടോസും വീഡിയോസും ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ ഫോട്ടോസിലേക്ക് ബാക്കപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജിമെയിൽ ID കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ബാക്കപ്പ് ചെയ്യാം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതെന്തിനാന്ന് ബാക്കപ്പ് ചെയ്യുന്നത് വെച്ചാൽ, ഇൻ കേസ് നമ്മുടെ മൊബൈലിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലൊക്കെ തന്നെ നമുക്കിത് ഈ ഗൂഗിൾ ഫോട്ടോസ് മറ്റൊരു മൊബൈലിൽ നമ്മുടെ ഇമെയിൽ ID വെച്ചിട്ട് തിരിച്ചെടുക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ഫോട്ടോസ് വെച്ചിട്ട് എങ്ങനെ വീഡിയോസ് സ്റ്റെബിലൈസ് ചെയ്യാമെന്നാണ്. ഞാനിപ്പോൾ എൻ്റെ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്തു. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഷെയ്ക്കായിട്ടുള്ള വീഡിയോ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തെടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ ടെലിഗ്രാമിലുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യണം. ഇവിടുന്ന് അത്യാവശ്യം ഷെയ്ക്കുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. കയ്യിൽ വെച്ചിട്ടെടുത്ത ഒരു വീഡിയോ ആണ്. അത്യാവശ്യം ഷെയ്ക്കുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് എങ്ങനെ ഈ സ്റ്റെബിലൈസ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ബാക്കിൽ വന്നിട്ട് വീണ്ടും ഞാൻ ആ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ റൺ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ സ്ക്രീനിലൊന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് താഴെയായിട്ട് 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ നടുവിലുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ മറ്റ് സ്റ്റെബിലൈസ് ആൻഡ് റൊട്ടേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. റൊട്ടേറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്ലിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് എടുക്കാം. ഞാനിപ്പോൾ സ്റ്റെബിലൈസ് എന്ന് ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് കാണാം ഇവിടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റെബിലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്പം സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ്, അതായത് നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത് അനുസരിച്ച്. അതിനുശേഷം ഇതുപോലെ നമുക്ക് സേവ് ചെയ്യാം. അത് കഴിഞ്ഞാൽ സ്റ്റെബിലൈസ് ചെയ്തു. നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്തു. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ 2 വീഡിയോ, അതേ ടൈപ്പിലുള്ള 2 വീഡിയോ. അതായത് ഇത് സ്റ്റെബിലൈസ് ചെയ്ത വീഡിയോ, ഇത് നേരത്തെ ഉള്ള ഒറിജിനൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആ സ്റ്റെബിലൈസ് ചെയ്ത വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാം ഇവിടെ നല്ല സ്മൂത്തായിട്ട്, നേരത്തെ നമ്മൾ കണ്ടല്ലോ ഷെയ്ക്കുള്ള വീഡിയോ, നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ടില്ലേ. ഇതുപോലെ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഈ ഒരു ഫോട്ടോസ് ആപ്പിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം ക്ലാരിറ്റി ഒന്നും നഷ്ടപ്പെടാതെ തന്നെ കിട്ടുന്നുണ്ട്. ഇനി നേരത്തെ ചെയ്ത ഷെയ്ക്കില്ല വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കിയേ. നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഡിഫറൻസ് എത്ര ഉണ്ടെന്ന്. നല്ല ഡിഫറൻസ് കാണുന്നില്ലേ, ഷെയ്ക്കുള്ളതും ഇല്ലാത്തതും നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത വീഡിയോ മറ്റേ ഷെയ്ക്കുള്ള വീഡിയോസും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഈ ഒരു ആപ്പ് വെച്ചിട്ട് വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്തേക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി നടിച്ചിട്ട് നമ്മുടെ ഈ ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ
ഇറ്റ്സ് മീ നൗഷാദ് signing off.